അതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ പച്ചമുളക് ഒരു ടിന്നിനകത്താക്കി വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കണ്ടോ, ടിന്നിനകത്താക്കിയിട്ട് അടച്ച് ഇതേപോലെ സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ പുറത്താണെങ്കിലും കുറേ ദിവസം വരെയൊക്കെ ഇരിക്കും, ഫ്രിഡ്ജിലാണെങ്കിലും ഒത്തിരി നാളിരിക്കും. അപ്പോൾ ഞെട്ട് കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം, അതേപോലെ ബാക്കി ചീത്തയാവാതിരിക്കുകയും ചെയ്യും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം കുറച്ച് എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്കൊക്കെ വളർച്ച ഉണ്ടാകുന്നതിന്, അത് മാത്രമല്ല വീട്ടിൽ ഈച്ച ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു സ്പ്രേ കൂടിയാണ് ഇത് ചെയ്തെടുക്കുമ്പം. അപ്പം ഇതിനകത്ത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ ഞെട്ടാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് പച്ചമുളകിൻ്റെ ഞെട്ടും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്താണ് പച്ചമുളക് ഞെട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പൊളിച്ച കഞ്ഞിവെള്ളമാണ് ഇതിനായിട്ട് വേണ്ടത്. അത്രയും നല്ല പവറാണ്, അതിന് നല്ലൊരു എഫക്റ്റാണ്. കാരണം ഇത് വെച്ച് സ്പ്രേ ചെയ്താൽ മതി. ഈച്ച എവിടെ ഉണ്ടെങ്കിലും ഈച്ച, ഉറുമ്പ്, പല്ലി ഇതിനൊന്നും ഈ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല. അതിനകത്തൊക്കെ ഒഴിക്കാനൊക്കെ നല്ലൊരു സാധനം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ ഞെട്ടെല്ലാം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സവാളയുടെ തൊലിയും കൂടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു സവാളയുടെ തൊലിയും കൂടെ അതിനകത്ത് ഒഴിച്ചിടുകയാണ്. സത്ത് അതിനകത്ത് ഇറങ്ങി കിട്ടും. അപ്പോൾ അത് മാത്രം മതി. നമുക്ക് അതിന് ശേഷം അത് അരിച്ചെടുക്കുക. ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിനകത്തുണ്ടാകുന്ന പൂപ്പൽ, ഈ ചെടികൾക്കൊക്കെ ഉണ്ടാകുന്ന പൂപ്പൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ ചെറിയൊരു പുളിപ്പും ഉണ്ട്. അപ്പം ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി അരിച്ച് മാറ്റാം. അപ്പം ഇനിയിപ്പോൾ അതിനകത്തുള്ള എല്ലാ സത്തും അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിലുള്ള പഴയ അരിപ്പ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പം എല്ലാം ഇതേപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു കുപ്പിയിലാക്കി സ്പ്രേ ചെയ്യാം. നമ്മളെ നമ്മുടെ കിച്ചണിലും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്ത്, പല്ലി ഇരിക്കുന്ന ഭാഗത്തെല്ലാം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മളെ ചെടികൾക്കും, നമ്മൾ ഓരോരുത്തർ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഓരോന്നൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഉപകാരമാണ്. കാരണം അവിടെയൊക്കെ ഉണ്ടാകുന്ന ഈ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന മുഞ്ഞ, അതേപോലെ തന്നെ പൂപ്പൽ, ഇതെല്ലാം പോയിട്ട് ചെറിയ പ്രാണികൾ ഇതെല്ലാം മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതുകൊണ്ട് ഒഴിച്ച് കാണിക്കാം. അപ്പോൾ ഇതേപോലെ സ്പ്രേ ബോട്ടിനകത്താക്കി കുറച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്യാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് കറ്റാർ വാഴയ്ക്കും ചെടിക്കും എല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ്. കറിവേപ്പിലയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തഴച്ച് വളരും. അപ്പോൾ ചെടികളൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരും. നല്ലൊരു, നമ്മൾ പുറത്തുനിന്ന് വെറുതെ കെമിക്കൽ മേടിച്ച് ഒഴിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അലർജി ഉള്ളവർക്കും അതൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് ഒഴിക്കുന്നവർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന മരുന്നാണല്ലോ. അപ്പോൾ ഇതേപോലെ പല്ലിക്കൊക്കെ അടിച്ചു കൊടുക്കാം. എവിടെയൊക്കെയാണോ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉറുമ്പിനാണേലും ഇട്ട് കൊടുക്കാം.